നബിയുടെ നാട്ടിൽ ചേട്ടാ നമ്മളെന്തിനു കൊട്ടി ആഘോഷിക്കണം? നബി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യക്ക് മാത്രമുള്ള നബിയല്ല, ലോകത്തേക്ക് മൊത്തമുള്ളതാണ്. അപ്പൊ ഒരു നാട്ടിൽ അത് ആരും ആചരിക്കണില്ല എന്ന് എഴുതിയിട്ട് അങ്ങനെയാണോ അപ്പൊ അതിന്റെ ഒരു ഇത്? നബിദിനം ആഘോഷിക്കണ എത്ര രാജ്യങ്ങളുണ്ട്? എന്തെങ്കിലും കാണിച്ചു. ഇതൊന്നും കാണും, പേപ്പർ നോക്കലും അല്ലെ ന്യൂസ് കാണലും? ഞാൻ പേപ്പർ നോക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ചിന്താഗതിയായിട്ട് ജീവിക്കണ ഒരാളാ, അല്ലാതെ നിങ്ങളെ പോലെ ഈ ഞാൻ ഒന്നും പറയണില്ല. അല്ലെങ്കിൽ തന്നെ എന്താ ജാറം പൊന്തിയെന്നും പറഞ്ഞിട്ട് അവിടെ വലിയ കൂടാരം കെട്ടിയിട്ട് പൈസ നാട്ടുകാരുടെ അടുത്ത് പിരിക്കണ നാടല്ലേ ഇത്? എന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മക്കയിലും മദീനയിലും ഒരുപാട് സ്വഹാബികളുടെ ബദർ യുദ്ധത്തിലും മറ്റു യുദ്ധങ്ങളിലും മരിച്ചുപോയ ആൾക്കാരെ കബറിടങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് കെട്ടിപ്പൊന്തിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അതൊരു ബിസിനസ് ആണ്. അതങ്ങനെ ബിസിനസ് നടത്തുന്ന നാട്ടിൽ എന്തൊക്കെ അനാചാരങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ പോയി നബിദിനായിട്ട് കൂട്ടി പറയണ? ഞാൻ എന്ത് പറയാനാ, മരിച്ചാല് അരമണിക്കൂറിനുള്ളിൽ ചോറ് വിളമ്പണ നാട്. കുറെയൊക്കെ കണ്ടും കേട്ടും മടുത്ത്. സംഭവം ഞാൻ ഒരു കാര്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. നബിയുടെ പേര് കേൾക്കുമ്പോ തന്നെ സ്വലാത്ത് ചൊല്ലണ എല്ലാം ചെറിയ കുട്ടികൾ പോലും അങ്ങനെയാണ് ഇന്റെ അറിവില്. എന്ന് കരുതി ഈ അനാചാരങ്ങളെയാണ് എനിക്ക് അത്ര വലിയ പിടിക്കാത്തത് ട്ടാ. എന്താ അനാചാരം ഇതൊക്കെ? നാട്ടിൽ നടക്കണ, ഓരോ നാട്ടിലും നടക്കണത്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സമയത്തൊന്നും ആളുകൾക്ക് ഇതിന് പൈസ ഉണ്ടാവില്ല. ഇപ്പൊ ആളുകൾക്കൊക്കെ ഇതിന് ചെലവഴിക്കാൻ പൈസ ഉണ്ട്. അപ്പൊ എല്ലാവരും ആ രീതിയിൽ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഇതിന് പൈസ ചെലവാക്കുന്നു. ഇത്രയും ആഘോഷങ്ങൾ നടത്തുന്ന നേരം നമ്മുടെ ഈ മഹലിൽ എത്ര എത്തിം കുട്ടികൾ ഉണ്ടാവും? ഓല്ല ഏതെങ്കിലും ഒന്നിന്റെ കൈയൊന്ന് പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ. ഇവിടെ എത്ര വയൽ കിടക്കുന്നുണ്ട്. ആ വയലിന് ചെലവാക്കുന്ന പൈസ അല്ലെങ്കിൽ അന്ന് കിട്ടുന്ന പൈസ ഏതെങ്കിലും കുടുംബത്തിന്റെ അന്നത്തിന് ചെലവാക്കിയിരുന്നെങ്കിൽ